അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് ടോർഷൻ റിജിഡിറ്റി മോഡുലസ് ആണ്. ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ റിജിഡിറ്റി മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് എ റോഡ് യൂസിങ് സ്റ്റാറ്റിക് ടോർഷൻ അപ്പാരറ്റസ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ടോർഷൻ അപ്പാരറ്റസിൽ ഒരു റോഡ് കാണാം. ആ ഒരു റോഡിൻ്റെ റിജിഡിറ്റി മോഡുലസ് കാണാനാണ് ഇതിൻ്റെ എയിം പറയുന്നത്. അപ്പോൾ അപ്പാരറ്റസ് നോക്കാം നമുക്ക്. നമ്മളിവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു അപ്പാരറ്റസിലായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പാരറ്റസിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ ഒരു 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ ഒരു ടെലസ്കോപ്പ് സ്കെയിൽ അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഈ മിററിലൂടെ നമുക്ക് ടെലസ്കോപ്പിൽ എന്ത് കാണണം? ഈ സ്കെയിലിൻ്റെ റിഫ്ലക്ഷൻ കാണണം. ഇങ്ങനെയാണ് അപ്പാരറ്റസ് വരുന്നത്. ടെലസ്കോപ്പ് സ്കെയിൽ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു അപ്പാരറ്റസ് തമ്മിൽ 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മിറർ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ 25 ഇവിടെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലിൽ ഏകദേശം 25ൻ്റെ അവിടെ വെക്കുക. എന്നിട്ട് റീഡിങ്സ് എടുക്കുക. എന്നിട്ട് 30 വെച്ചിട്ടൊന്ന് റീഡിങ്സ് എടുക്കണം. നമ്മുടെ അപ്പാരറ്റസ് വന്നിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള റോഡ്. ഈ റോഡിൻ്റെ റിജിഡിറ്റി മോഡുലസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതാണ് എ, ഫിക്സ്ഡ് സൈഡ് എ, ആൻഡ് ഫ്രീ ആയിട്ട് കിടക്കുന്ന സൈഡ് ബി ആണിത്. ഇതൊരു വീലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീല്. ഈ വീലിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു കയറ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ഹാങ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കിടക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണമെങ്കിലും തിരിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്കെയിൽ ആൻഡ് ടെലസ്കോപ്പ് അറേഞ്ച്മെൻറ്റ്. ഇതാണ് സ്കെയിൽ വന്നിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടെലസ്കോപ്പ് കൂടെ ഈ ഒരു റിഫ്ലക്ഷൻ ഫോക്കസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കെയിലിൽ നമ്മളൊരു ക്രോസ് ലൈൻ കാണുന്ന ആ ഒരു ലെവലിൽ നമ്മൾ സ്കെയിലിൽ ഏകദേശം ഈ ഒരു 25 ഈ ഒരു മിററിൻ്റെ മിഡിലായിട്ട് വരുന്ന രീതിയിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീലിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഈ ഒരു ത്രെഡ് ഇട്ടിട്ട് വെയിറ്റ് ഇട്ട് മെഷർമെൻറ്റ്സ് എടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ത്രെഡ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ വെയിറ്റ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ 0 വെയിറ്റിൽ W0ൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. W0യിലെ ടെലസ്കോപ്പിലെ റിഫ്ലക്ഷൻ നോക്കിയിട്ട് നമുക്ക് 25.4 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റീഡിങ്സ് എഴുതാം. അപ്പോൾ നമുക്ക് റീഡിങ്സ് നോക്കാം. ലെങ്ത് ഓഫ് ദ റോഡ് L ഇൻ മീറ്റർ എന്ന് നോക്കിയാൽ നമ്മൾ 25 ആണ് എടുത്തിട്ടുള്ളത്. 25 എഴുതാം. പിന്നെ അതുപോലെ ഡിസ്റ്റൻസ് D ഇൻ മീറ്റർ വരുന്നത് ആ ഒരു മിററും അതുപോലെ തന്നെ ആ ഒരു ടെലസ്കോപ്പും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. നമ്മൾ 1 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. 1 മീറ്റർ. ഇത് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 10⁻² മീറ്റർ വരും. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ W0ൻ്റെ ക്ലോക്ക് വൈസ് ഉള്ള റീഡിംഗ് ആണ് നോക്കിയിട്ടുള്ളത്. ഓൺ ലോഡിങ്ങിലുള്ളതാണ് നോക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 25.4 ആണ്. അതുപോലെ നമ്മൾ 100 മീറ്ററിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ ഒരു വെയിറ്റും കൂടി ഇടുക. അപ്പോൾ കിട്ടുന്ന റീഡിങ്സ് ഇവിടെ ഇടുക. അതേപോലെ 100 ഗ്രാമിൻ്റെ ഒന്നും കൂടി ഇടുക. അങ്ങനെ എല്ലാ റീഡിങ്സും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതെടുത്തിട്ട് നമുക്ക് വരാം. നമ്മൾ കംപ്ലീറ്റ് ലോഡിങ്ങിൻ്റെ റീഡിങ്സ് എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അൺലോഡിങ് എടുക്കാം. അൺലോഡിങ് എടുക്കുമ്പോൾ ഫസ്റ്റ് W0 + 7mm എടുത്തു. ഇനി ഇവിടെ ക്ലോക്ക് വൈസിൻ്റെ ലോഡിങ്ങും അൺലോഡിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മീൻ എഴുതാം. മീൻ എസ് എന്ന് പറഞ്ഞാൽ ഇതേ പ്ലസ് ലോഡിങ് പ്ലസ് അൺലോഡിങ് /2 ചെയ്യാം. അപ്പോൾ നമുക്ക് മീൻ എസ് കിട്ടും. ക്ലോക്ക് വൈസിൻ്റെതായിരുന്നു ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഉള്ളത് നോക്കാം. ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ W0 ആയിട്ട് തന്നെ എടുക്കാം. W0 ആദ്യം എടുക്കാം. എന്നിട്ട് അതിൻ്റെ റീഡിങ്സും കൂടി എടുക്കാം. വൈസിൻ്റെ W0 നോക്കിയിട്ട് നമുക്ക് 29.5 ആണ് നമ്മളെ റീഡിങ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലെ റീഡിങ്സ് നോക്കിയിട്ട് ലോഡിങ്ങിൽ നമുക്ക് 29.5 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 100 ഗ്രാമിൻ്റെ കൂടി ഇട്ടിട്ട് ഇവിടുത്തെ റീഡിങ് നോക്കുക. അതേപോലെ എല്ലാം ഇങ്ങനെ നോക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അൺലോഡിങ്ങിനെ കൂടി നോക്കുക. എന്നിട്ട് അതിൻ്റെ മീനും കൂടി എഴുതാം. ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെയും ക്ലോക്ക് വൈസിൻ്റെയും മീൻ മൈനസ് ചെയ്ത് /2 ചെയ്യുമ്പോൾ മീൻ ഷിഫ്റ്റ് കിട്ടും. x0, x1, x2, x3 അങ്ങനെ x7 വരെ കിട്ടും.
അതിൻ്റെ ഷിഫ്റ്റ് കാണാൻ വേണ്ടിയിട്ട് x4 മൈനസ് x0 ചെയ്ത് പിന്നെ x5 മൈനസ് x1 അതേമാതിരി x6 മൈനസ് x2 x7 മൈനസ് x3 അങ്ങനെ ചെയ്യുമ്പോൾ വാല്യൂസ് കിട്ടും. പിന്നെ അതിൻ്റെ മീൻ കണ്ടപ്പം 6.65 കിട്ടി. പിന്നെ മീൻ ഷിഫ്റ്റ് ഫോർ എ ലോഡ് ഇതിൻ്റെ മീൻ കാണാൻ വേണ്ടിയിട്ട് അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 1.663 കിട്ടും. പിന്നെ ഇതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് എൽ ഡി ഡിവൈഡഡ് ബൈ എസ് ആണ്. എൽ പറയുന്നത് 25 ആണ്. ഡി പറയുന്നത് ഡിസ്റ്റൻസ് റോഡിൻ്റെയും ടെലിസ്കോപ്പിൻ്റെയും ഡിസ്റ്റൻസ് ആണ് 1 മീറ്റർ. അത് ഡിവൈഡഡ് ബൈ ഷിഫ്റ്റ് എസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 0.150 കിട്ടും മീറ്ററിലേക്ക് ആക്കുമ്പം. അതേമാതിരി നമ്മൾ 25ലും ചെയ്ത് അതേമാതിരി 30ലും ചെയ്ത് ആൻറ്റി ക്ലോക്കും ക്ലോക്ക് വൈസും കിട്ടി. അതേമാതിരി ഇവിടെ മുകളിൽ ചെയ്ത മാതിരി തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്ര ഇത് കിട്ടും. എന്നിട്ട് ഇതിൻ്റെയൊക്കെ മീൻ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ മീനാണ് 0.15 മീറ്റർ. നമുക്ക് നോക്കേണ്ടത് ഈ ഒരു റോഡിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റോഡിൻ്റെ റേഡിയസ് സ്ക്രൂ ഗേജ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ PSR 4ഉം അതേപോലെ HSR 75 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ ഒബ്സർവേഷൻസ് വന്നത് ആദ്യത്തെ ട്രയലിൽ 4, PSR 4, HSR 75, പിന്നെ കറക്റ്റഡ് HSR 71 ആണ്. അപ്പോൾ ടോട്ടൽ റീഡിങ്സ് 4.71 ആണ്. അപ്പോൾ നമ്മൾ 5 റീഡിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ വന്നത് 4.78 ആണ്, 728 ആണ്. അപ്പം റേഡിയസ് ഓഫ് ദ റോഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡയമീറ്റർ ബൈ 2 ആണ്. അപ്പം 2.364 വരും. പിന്നെ അത് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 2.364 ഇൻറ്റു 10⁻⁻² ആണ് വരിക. റേഡിയസ് ഓഫ് ദ റോഡ് 2.364 ഇൻറ്റു 10⁻². അപ്പോൾ റിജിഡിറ്റി മോഡുലസിൻ്റെ ഇക്വേഷൻ വരുന്നത് n = 4 mgr ഡിവൈഡഡ് ബൈ പൈ r⁴ ഇൻറ്റു LD/S ആണ് വരുന്നത്. അപ്പോൾ m എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാസാണ്, 100 ഗ്രാം ആണ് വരുന്നത്. അതേപോലെ g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. പിന്നെ r എന്ന് പറഞ്ഞത് നമ്മുടെ ആ ഒരു വീലില്ലേ, ആ വീലിൻ്റെ റേഡിയസ് ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീലിൻ്റെ റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ പാരാമീറ്റർ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഈ ജസ്റ്റ് ഇതൊന്ന് മൊത്തത്തിൽ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഏകദേശം ഈ ഒരു ലെങ്ത്ത് സ്കെയിൽ വെച്ച് അളന്നെടുക്കുക. അപ്പോൾ 2πr = ഈ ഒരു ലെങ്ത്ത് കിട്ടും. ഈ ഒരു ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സർക്കംഫറൻസ് ഏകദേശം 30 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 30നെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കംഫറൻസ് ഇവിടെ 30 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റേഡിയസ് കണ്ടുപിടിക്കാൻ ഈ ഒരു 30നെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ആൻസർ 4.934 എന്ന് വരും. ഇതാണ് നമുക്ക് റേഡിയസ് കിട്ടുക. അപ്പോൾ നമുക്ക് r എന്താണെന്ന് കിട്ടി. അതുപോലെ തന്നെ ഈ സ്മോൾ r എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഒരു സ്ക്രൂ ഗേജ് വെച്ച് കണ്ടുപിടിച്ച റേഡിയസ് ആണ്. അപ്പോൾ അതെത്ര, അപ്പോൾ സ്മോൾ r വരുന്നത് 2.364 ആണ് വരുന്നത്. അതുപോലെ തന്നെ LD/S എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടാബിൾ വെച്ച് കണ്ടുപിടിച്ച വാല്യൂ ആണ്. ഈ ഒരു ടാബിൾ വെച്ച് നമ്മൾ കണ്ടുപിടിച്ച 0.15 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഏകദേശം എല്ലാ ഒരു വേരിയബിൾസിൻ്റെ എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഏകദേശം 8.599 × 10⁻10 Nm/m² ആണ് വരുന്നത്.